ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എജൂബി. അപ്പോൾ നമ്മുടെ 1000 സീരീസ് റണ്ണിങ്ങിലാണ്. പാർട്ട് 4 വരെ കംപ്ലീറ്റ് ആയി. ഇത് പാർട്ട് 5 ആണ്. കഴിഞ്ഞ പാർട്ട് 4-ലാണെങ്കിൽ ലാസ്റ്റ് എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനിലാണ് നിർത്തിയത്. അടുത്ത് നമ്മൾ പാർട്ട് 5-ലോട്ട് പോവുകയാണ്. അവിടെയും എലക്ഷൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത്. എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ധാരാളമായിട്ട് ചോദിക്കുന്നത് കൊണ്ട് എലക്ഷൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ 46-ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ 45 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 46-ാമത്തെ ക്വസ്റ്റ്യൻ, Raju, Ravi and Ashok contested an election. 5% votes polled were invalid. Raju got 32% of the total votes. Ravi got 32% of the total votes. The winner got 5,136 more votes than the person who received the least number of votes. Find the total votes polled. എന്താ പറഞ്ഞേക്കുന്നത്? 3 ആൾക്കാർ തമ്മിലുള്ള ഇലക്ഷൻ. ആ ഇലക്ഷനകത്ത് എന്ത് സംഭവിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്? അവിടെ വോട്ട് 5% പോളായ മൊത്തം പോളായ വോട്ടിന്റെ 5% എന്താണെന്ന് പറഞ്ഞു? ഇൻവാലിഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഓരോർക്കും കിട്ടിയ ആൾ, രാജുവിന് കിട്ടിയത്, രവിക്ക് കിട്ടിയത്, അശോകന് കിട്ടിയത്. രാജുവിന് കിട്ടിയതാണെങ്കിൽ എത്ര? 30%. രവിക്ക് കിട്ടിയത് 32%. അശോകന് കിട്ടിയ കാര്യം പറയുന്നില്ല. അടുത്ത പറഞ്ഞേക്കുന്ന കാര്യം, ദ വിന്നർ ഗോട്ട് 5,136 മോർ വോട്ട്സ് ദാൻ ദ പേഴ്സൺ ഹു റിസീവ്ഡ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ്. ഏറ്റവും കുറവ് വോട്ട് ആർക്കാണോ കിട്ടിയ അതിൽ നിന്ന് ജയിച്ച ആൾക്ക് എത്ര വോട്ട് കൂടുതലുണ്ട്? 5,136 വോട്ട് കൂടുതലുണ്ട്. എങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. മൊത്തം എത്ര വോട്ട് പോളായി എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ മൊത്തം നമ്മൾ എപ്പോഴും ടോട്ടൽ എന്ന് എടുക്കുന്ന എത്ര? 100% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ എടുക്കുക. ഓക്കെ, ടോട്ടല് 100% വോട്ടുണ്ട്. അതിനകത്ത് 5% ഇപ്പോൾ ഇൻവാലിഡ് ആയിട്ട് പോകുന്നതുണ്ട്. ഇൻവാലിഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആരൊക്കെ നമ്മുടെ ആൾക്കാർ? രാജുവിന് കിട്ടിയതുണ്ട്, അതുപോലെ തന്നെ രവി, അതുപോലെ അശോക്. ഈ 3 ആൾക്കാർക്കും കൂടെ ആണ് വോട്ട് പോകുന്നത്. അതിൽ 100%-നകത്ത് ഒരു 5% എന്തായിട്ട് പോയി? ഇൻവാലിഡ് ആയിട്ട് പോയി. ഇനി ഈ 5% കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്, 5% ഇൻവാലിഡ് ആയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്നത്, രാജു ഗോട്ട് 30% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് എന്നാണ്. മൊത്തം വോട്ടിന്റെ 30%. ഒരിക്കലും 5% പോയിട്ട് ബാക്കിയുള്ള 95%-ന്റെ 30%, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. റിമൈനിങ് എന്ന് പറയുന്ന വാക്ക് ഇതിനകത്തില്ല. എപ്പോഴും റിമൈനിങ് എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിമൈനിങ് ഇതിനകത്തില്ല. അപ്പോൾ ടോട്ടലുള്ള വോട്ട് 5%, ടോട്ടലുള്ള 100%-ന് 5% പോയി. വീണ്ടും രാജുവിന് കിട്ടിയതും പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? ടോട്ടൽ വോട്ടിന്റെ ബേസിസില്ല, ഒരിക്കലും റിമൈനിങ് വോട്ടിന്റെ ബേസിസിലല്ല. അപ്പൊ ടോട്ടൽ വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 100. 100-ന്റെ 30% എന്ത് തന്നെ വരും? രാജുവിന് കിട്ടിയത് 30%. അടുത്ത രവിക്ക് കിട്ടിയത് 32%. അപ്പൊ അശോകന് കിട്ടിയ എന്തായിരിക്കും? ഇവിടെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 100 ഉള്ളതില് 30-ഉം 32 എത്രയായി? 62. 62-ഉം 5-ഉം കൂടെ ആകുമ്പോൾ എന്തായി? 67. അപ്പോൾ മൊത്തം 100% വോട്ടുണ്ടെങ്കിൽ 67% വോട്ട് എന്ത് ചെയ്തു? ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി 100 ആവാനായിട്ട് എത്ര വേണം? ഒരു 33 കൂടെ ആവുമ്പോൾ എന്തായിട്ട് മാറും? 100 ആയിട്ട് മാറും. 33% കൂടെ ആവുമ്പോൾ എന്തായിട്ട് മാറും? 100 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആരാ ജയിച്ചേക്കുന്നത്? അശോകനല്ലേ ജയിച്ചേക്കുന്നത്. അശോകനാണ് ഇവിടെ വിൻ ചെയ്തേക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അശോകനാണ്. ഇനി അടുത്ത നമ്മളെ സ്റ്റേറ്റ്മെന്റ്, 5,136 വോട്ട് കൂടുതൽ കിട്ടി. ആർക്ക്? ജയിച്ച ആൾക്ക്. അപ്പൊ ഇവിടെ ആണെങ്കിൽ അശോകന് കൂടുതൽ കിട്ടി. ആരെക്കാളും? ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും കുറവ് വോട്ട് ആർക്കാണോ കിട്ടിയ അതിനേക്കാളും 5,136 വോട്ട് എന്ത് ചെയ്തു? ജയിച്ച ആൾക്ക് കൂടുതൽ കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളാരാണ്? 30% കിട്ടിയ ആളല്ലേ ഏറ്റവും കുറവ് വോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ എത്ര വരും? 3%. ഈ 3% ആണ് എന്തെന്ന് പറയുന്നത്? 5,136, 5,136 എന്ന് പറയാം. അപ്പൊ 3% 5,136 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്. മൊത്തം എത്ര വോട്ട് എന്നുള്ളതാണ്. മൊത്തം വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% കണ്ടുപിടിക്കുക. അപ്പൊ 3% 5,136 ആണ്. എങ്കിൽ 1% എന്ത് വരും? 5,136 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 1 times 3 വന്നു, റിമൈനിങ് 2, 21. 3-ന്റെ ഇടയിലുള്ള എത്ര? 7 times 21. പിന്നെ 3 വരുന്നത് 1 times 6, 2 times. അപ്പോൾ 1% എത്രയും കിട്ടും? 1,712 കിട്ടും 1%. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 100%. 1% 1,712 ആണെങ്കിൽ 100% 1,712 കൊണ്ടപ്പോൾ എത്ര ഇട്ടാൽ മതി? 2 0 ഇട്ടാ പോരെ? ഓപ്ഷനിലുണ്ടോ? 1,712 2 0, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, റിമൈനിങ് എന്ന് പറയുന്ന വാക്കില്ല. നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ആൾക്കാർ തമ്മിലുള്ള ഇലക്ഷൻ,
മൊത്തം വോട്ടിന്റെ 5% ഇൻവാലിഡ് ആയിട്ട് പോകുന്നു. ഒരാൾക്ക് 30ഉം മറ്റേയാൾക്ക് 32% കിട്ടുമെങ്കിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ എത്ര 67% കംപ്ലീറ്റ് ആയി. ബാക്കി 33%. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 3%ആണ് 5136 എന്ന് പറയുന്നത്. എങ്കിൽ 1% 1712 കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ ഓഡ്സ്. ടോട്ടൽ ഓഡ്സ് എത്രയാണ്? 100% എത്രയെന്ന് കിട്ടും? 1712 ഒരു 20. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മനസ്സിലായല്ലോ? ഇതിനകത്ത് വേറെ വലിയ ഡൗട്ട് റിമൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഡൗട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 candidates were participating in an election. The person at third place got 20% of the total odds, while difference between the odds of the winner and the first runner-up was 20% of the total odds. If the difference between the odds of the first runner-up and the second runner-up was 37,000, how many odds did the winner receive? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു 3 പേര് തമ്മിലുള്ള ഇലക്ഷൻ. അതില് തേർഡ് പേഴ്സൺ the third place got 20%. മൂന്നാമത്തെ പ്ലേസ് എന്ന് പറഞ്ഞാൽ മൂന്നാമനായിട്ട് ജയിക്കുമ്പോൾ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമന് കിട്ടിയ എത്രയാണ്? 20%. ടോട്ടൽ ഓഡിന്റെ 20%. while the difference between the odds of the winner and the first runner up, വിന്നറും ഫസ്റ്റ് റണ്ണർ അപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വരുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ജയിച്ച ആളും സെക്കൻഡ് ആയിട്ടുള്ള ആളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനത്തിന്റെ ഡിഫറൻസ് ആണ്? 20%. The first runner was 20% of the total odds. മൊത്തം ഓഡിന്റെ 20% അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. If the difference between the odds of the first runner up and the second runner up, ഫസ്റ്റ് റണ്ണർ അപ്പ് സെക്കൻഡ് റണ്ണർ അപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് ഓഡ്സിലാണ് തന്നേക്കുന്നത്. എത്രയാണെന്ന് പറഞ്ഞു? 3700 വോട്ടാണെന്ന് പറഞ്ഞു. ഹൗ മെനി ഓഡ്സ് ഡിഡ് ദ വിന്നർ റിസീവ്? എങ്കിൽ വിന്നറിന് കിട്ടിയത് എത്ര വോട്ടാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ 3 ആൾക്കാരാണ്. ഫസ്റ്റ് കിട്ടിയ ആള്, സെക്കൻഡ് കിട്ടിയ ആള്, തേർഡ് കിട്ടിയ ആൾ. 3 ആൾക്കാർ. ഇതില് തേർഡ് കിട്ടുന്ന ആൾക്ക് എത്ര കിട്ടിയെന്ന് പറഞ്ഞു? 20% വോട്ട് തേർഡ് കിട്ടുന്ന ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ 20% വോട്ട് ഇവിടെ ഇൻവാലിഡ് ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഇൻവാലിഡ് പറയുന്നുണ്ടോ? ഒന്നും ഇൻവാലിഡ് പറഞ്ഞില്ല. അപ്പൊ മൂന്നാമത്തെ ആൾക്ക് 20% കിട്ടിയെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ആൾക്ക് രണ്ടുപേർക്കും കൂടെ എത്ര കിട്ടണം? 100ൽ നിന്ന് 20% പോയി കഴിഞ്ഞാൽ ബാക്കി 80% കിട്ടണ്ടേ? ഫസ്റ്റിനും സെക്കൻഡിനും കൂടെ ബാക്കി 80% കിട്ടണം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റിനും സെക്കൻഡിനും കൂടെ എത്ര ശതമാനം കിട്ടണം? 80% വോട്ട് കിട്ടണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? while the difference between the odds of the winner and the first runner-up, വിന്നറും ഫസ്റ്റ് റണ്ണറപ്പും. വിന്നറും ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റി തന്നെ പറയുന്നത്? ഈ ഫസ്റ്റിനും സെക്കൻഡിനും തമ്മിലല്ലേ? അവർ തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 20% പറഞ്ഞേക്കുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള വോട്ടിന്റെ സമ്മ് കിട്ടി നമുക്ക് 80%. അവർ തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൈനസ് സെക്കൻഡ്, അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 20% പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്മൾ ഈ 2 ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും? സെക്കൻഡ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. 2 ഇൻറ്റു ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 2 ഇൻറ്റു ഫസ്റ്റ് എന്ന് പറയുന്ന 100 എന്ന് കിട്ടും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? 50 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റിന് കിട്ടുന്ന എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും? 50%. അപ്പോൾ തേർഡിന് 20%ഉം ഫസ്റ്റിന് എത്രയായി? 50% ആയി. എങ്കിൽ സെക്കൻഡിന് എത്രയായിരിക്കും? 30% ആർക്ക് കിട്ടുക? സെക്കൻഡ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇപ്പൊ ആർക്ക് 3 പേരുടെയും പെർസെൻറ്റേജ് കിട്ടിയില്ലേ? മൊത്തം 100 വോട്ടുള്ളതിൽ ആദ്യത്തെ ആൾക്ക് 50%, രണ്ടാമത്തെ ആൾക്ക് 30%, മൂന്നാമത്തെ ആൾക്ക് 20%. അപ്പൊ മൊത്തം എത്രയായി? 100% വോട്ടായി. ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 37,000 ആണ്. ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള? സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയെന്ന് പറയുന്നത്? 37,000. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ് എത്രയെന്ന് പറയുന്നത്? 37,000 എന്ന് പറയുന്നത്. 10% 37,000 എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഹൗ മെനി വോട്ട്സ് ഡിഡ് ദ വിന്നർ റിസീവ്? വിന്നറിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. വിന്നർ എത്രയാ? 50% അല്ലേ? അപ്പോൾ 10%ന് 50% ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5 ചെയ്താൽ മതി. അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? 50% കണ്ടുപിടിക്കുക. ഇപ്പുറത്തും അതേ ഇൻറ്റു 5 ചെയ്താൽ പോരെ? ഇൻറ്റു 5 ചെയ്യുമ്പോൾ 37 × 5. 37 × 5 ചെയ്യാം. 37 × 10 ചെയ്തിട്ട് അതിന്റെ പാതി എടുത്താൽ മതി.
അപ്പോൾ 37 10 വരും 370. 370ന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 300ന്റെ പകുതി 150, 70ന്റെ പകുതി 35. എത്രയാണ് കിട്ടും? 185. പിന്നെ എത്രയാണ്? ഒരു 3 0. അപ്പോൾ എത്രയാ കിട്ടുക? 1,85,000 എന്ന് കിട്ടും. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. 1,85,000 എന്ന് പറയാം. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇവിടെ എന്തില്ല? ഇൻവാലിഡ് ഡോട്ട്സും ഇല്ല, റിമൈനിങ്ങും ഇല്ല. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്താണെങ്കിൽ ഇൻവാലിഡ് ഡോട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഇൻവാലിഡ് ഡോട്ട് ഇല്ല. പറഞ്ഞത് 3 ആൾക്കാരുണ്ട്, മൂന്നാമന് കിട്ടുന്നത് 20% വോട്ടാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഒന്നാമത്തെ ആക്കും രണ്ടാമത്തെ ആക്കും കൂടെ കിട്ടുന്ന വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 20% ഒന്നും, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആട്ടും മൂന്നാമത്തെ ആളും തമ്മിലുള്ള വോട്ടിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 37,000 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മള് മൂന്നാമത്തെ ആൾക്ക് 20% കൊടുത്തു കഴിഞ്ഞാൽ 100%-നകത്ത് 20% കൊണ്ട് മൂന്നാമത്തവൻ പോയി. അപ്പൊ ബാക്കി ഒന്നാമത്തിനും രണ്ടാമത്തിനും കൊണ്ട് എത്രയാണ് വരുന്നത്? 80% ബാക്കി വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എത്രയാണ്? 80%. ഇനി ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തേക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെയാ പറയാ? ആദ്യത്തെ ആൾക്ക് രണ്ടാമത്തെ ആൾക്കും കൂടെ കിട്ടുന്ന വോട്ടിന്റെ ഡിഫറൻസ് മൊത്തം വോട്ടിന്റെ 20% ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാ ഫസ്റ്റ് മൈനസ് സെക്കൻഡ് എത്രയെന്ന് എടുത്തു? 20 എന്ന് കൊടുത്തു. സം എടുക്കുന്ന സമയത്ത് ഫസ്റ്റിന് ആദ്യത്തെ ആൾക്ക് എത്ര വോട്ട് കിട്ടുന്നു എന്ന് നോക്കും. ടോട്ടൽ വോട്ടിന്റെ 50% ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത് മനസ്സിലാവും. അപ്പോ ആദ്യത്തെ ആൾക്ക് അല്ലെങ്കിൽ ജയിച്ച ആൾക്ക് കിട്ടുന്ന 50%, രണ്ടാമന് കിട്ടുന്നത് 30% എന്ന് മനസ്സിലാവും, മൂന്നാമന് കിട്ടുന്നത് 20%. രണ്ടാമന്റെയും മൂന്നാമന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 37,000. അത് ശതമാനത്തിൽ നോക്കുവാണെങ്കിൽ 10%. 10% 37,000 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ജയിച്ചവൻ എത്ര കിട്ടി? ജയിച്ചവൻ എത്രയാ? 50% കിട്ടിയത്. 10നെ 50 ആക്കാൻ ഇൻറ്റു 5, അതേ ഇൻറ്റു 5 എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തും കൊടുക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സിമ്പിൾ ആണ്. വായിച്ച് ആ ഒരു ക്വസ്റ്റ്യന്റെ കണ്ടീഷൻ വായിച്ച് എന്താക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Okay, അടുത്ത question. In an election, there are 3 candidates A, B and C. A got 35% of the total votes and B got 54% of the remaining votes. ഇവിടെ എന്തുണ്ട്? റിമൈനിങ് ഉണ്ട്. C got 5,382 votes. By how many votes did the winner win from his close contestant? Okay, എന്താ പറഞ്ഞേക്കുന്നത്? 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാര് അതില് അല്ല, ഇൻ ആൻ ഇലക്ഷൻ ഓക്കെ 3 ആൾക്കാർ എ ബി സി 3 ആൾക്കാർ. ഇപ്പോ 3 ആൾക്കാരാണുള്ളത്. എ ബി സി 3 ആൾക്കാർ. എ ഗോട്ട് 35% ഓഫ് ദ ടോട്ടൽ വോട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ടോട്ടൽ എടുക്കുന്നത് എന്തായിട്ടാ? 100% ടോട്ടൽ എടുക്കുന്നത്. എക്ക് എത്ര കിട്ടി? 35% ആർക്ക് കിട്ടി? എക്ക് കിട്ടി. ഇനി ബി ഗോട്ട് 54% ഓഫ് ദ റിമൈനിങ് വോട്ട്സ്. ബിക്ക് കിട്ടി എന്താ? ഈ എക്ക് കിട്ടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന്റെ 54%. ഇപ്പോൾ 100-ന്ന് 35% പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ശതമാനം ഉണ്ടേ? 65% ബാക്കിയുള്ളത്. ഓക്കെ, എക്ക് കിട്ടിയേക്കുന്നത് എന്തെന്നാ പറഞ്ഞേക്കുന്നത്? ഈ 65%-ന്റെ 54% ആർക്ക് കിട്ടിയത്? എക്ക് കിട്ടിയത്. അപ്പൊ മൊത്തം 100 വോട്ടുണ്ടെന്ന് എടുക്കുക. അതില് 35 വോട്ട് ആർക്ക് പോയി? എക്ക് പോയി. ഇനി ബിക്ക് കിട്ടുന്ന ബാക്കിയുള്ള 65 വോട്ടിന്റെ 54%. അപ്പൊ 65ന്റെ 54% എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 65ന്റെ 54%. 65ന്റെ 50% വരെ വരുമ്പോ എന്ത് വരും? 65ന്റെ പകുതി. 65ന്റെ പകുതി വരുമ്പോ എത്ര? 32.5, 32.5. ഇനി അതുപോലെ തന്നെ 65ന്റെ എന്താണ്? 4%. 65ന്റെ 4% എങ്ങനെ കണ്ടുപിടിക്കാം? 65ന്റെ 10% വരുമ്പോ എന്ത് വരും? 10% 0.65 ആണ്. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലും മതി 65ന്റെ 4% കണ്ടുപിടിക്കാൻ. 65 × 4/100 കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 10% കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇരട്ടി എടുത്തിട്ട് ഡെസിമൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ 1% കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ ഇൻറ്റു 4 കൊടുക്കുക. ഇവിടെ 1% കണ്ടുപിടിച്ചാൽ എന്താ വരിക? 0.65 എന്ന് വരും. അതിൻ്റെ കൂടെ ഇൻറ്റു 4 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 20 6 × 4 24-ഉം 26 എത്രയെന്ന് വരും? 2.6 എന്ന് വരും. ഈ 2.6 ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ 65%. ഇപ്പം ഇത് വേണ്ട, 2.6 ഇങ്ങനെ കണ്ടുപിടിക്കണ്ടെന്ന് വെച്ചോ. ഇങ്ങനെ കണ്ടുപിടിക്കണ്ട. ഇങ്ങനെ കണ്ടുപിടിക്കാതെ 65%-ന്റെ 54% എങ്ങനെയെന്ന് കണ്ടുപിടിക്കുക. 65ന്റെ 50% കണ്ടുപിടിച്ചു എത്ര? 32.5. ഇനി 65ന്റെ 20%, 65ന്റെ 10% എടുത്തു കഴിഞ്ഞാൽ എത്ര വരാം? 6.5.
അപ്പോൾ 6.5 10% ആണെങ്കിൽ അതിൻ്റെ കൂടെ 6.5 20% എടുക്കുമ്പോൾ എന്ത് വരും? അതിന്റെ ഇരട്ടി, അതിന്റെ 6.5ന്റെ 6.5യുടെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ എത്രയാ വരിക? 13. ഇനി അതിന്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്? 13 ആയപ്പോൾ 20%ആണ് 13 ആയത്. അതിന്റെ ഇരട്ടിയാണ് ഏതെന്ന് പറയുന്നത്? 4%. അപ്പൊ 13ന്റെ ഇരട്ടി 26. അപ്പൊ ഒരു പോയിന്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2.6 എന്ന് വരും. ഓക്കെ, ഏതെന്ന് പറയാം 2.6 ആയിരിക്കും ഏതെന്ന് പറയുന്നത് 4% എന്ന് പറയും. അപ്പോൾ എത്രയാ വരാനായിട്ട് പോകുന്നത്? ഇവിടെ 5 + 6 11 35.1. അപ്പോ ബിക്ക് കിട്ടുന്ന എന്താണെന്ന് കിട്ടും? 35.1% ആണ് ബിക്ക് കിട്ടുന്നത്. അപ്പൊ 100-നകത്ത് 35% എക്ക് പോയി, 35.1% ബിക്ക് പോയി. എങ്കിൽ സിക്ക് എത്രയായിരിക്കും? ഇവിടെ രണ്ടും കൂടെ ആകുമ്പോൾ എന്താ 17.1. ബാക്കി എത്രയാ ഉള്ളത്? 29.9% ആണ് ആർക്ക് കിട്ടുക? സിക്ക് കിട്ടുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താ? സി ഗോട്ട് 5382 വോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സിക്ക് കിട്ടി 29.9% എത്രയെന്ന് പറയുന്നത്? 5382 എന്ന് പറയാം. 5382. അപ്പോ ചോദിച്ചേക്ക് എന്താ? ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ദ വിന്നർ വിൻ ഫ്രം ഹിസ് ക്ലോസ് കണ്ടസ്റ്റന്റ്. ഓക്കെ, എത്ര വോട്ടിനാണ് വിന്നർ അയാളുടെ അടുത്തുള്ള കണ്ടസ്റ്റന്റുമായിട്ട് എന്ന് വെച്ചാൽ അയാളുടെ തൊട്ട് താഴെയുള്ള സെക്കൻഡ് നിൽക്കുന്ന ആളുമായിട്ട് ജയിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര വോട്ടിനാണെന്ന് കിട്ടും? 35-ഉം 0.1 കൂടെ എത്രന്റെ ഡിഫറൻസാ? 0.1% വോട്ടിന്റെ ഡിഫറൻസ്. അപ്പോ നമുക്ക് കിട്ടിയ കാര്യം എന്താ? ഞാൻ ഈ കാര്യം ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. നമുക്ക് കിട്ടിയ കാര്യം എന്താ വരിക? കിട്ടിയ കാര്യം നോക്കുമ്പോൾ 29.9% ആണ് എത്രയെന്ന് പറയുന്നത്? 5380 എന്താ പറയുക? 5382 എന്ന് പറയാം. ഓക്കെ, എങ്കിൽ 1% കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 1% കണ്ടുപിടിക്കാൻ 5382 എന്താ 29.9 ഞാൻ 299/10 എന്ന് എഴുതും. 29.9 എനിക്ക് എങ്ങനെ എഴുതാം? 299/10 എന്ന് എഴുതിക്കൂടെ? 299/10 എഴുതി കഴിഞ്ഞാൽ ഈ 10 എന്ത് ചെയ്യും? അങ്ങ് മുകളിൽ പോവും, ഇൻറ്റു 10 ആയിട്ട് മാറും. താഴെ എന്തെന്ന് വരും? 299 എന്ന് വരും. ഓക്കെ, ഇനി നോക്കുമ്പോ ഇവിടെ 299ഉം അതുപോലെ തന്നെ 5382 കൂടെ ഏതിൽ ക്യാൻസൽ ആവും? ഇവിടെ യൂണിറ്റ് ഡേറ്റ് നോക്കി, ഇവിടെ 9ഉം ഇവിടെ 2 ആണ്. 9ഉം 2ഉം വരണമെങ്കിൽ ഏതാണ് ചാൻസ് വരെ? 9ഉം 2ഉം വരുന്നത് 9 × 8 അല്ലെ 72. അപ്പൊ യൂണിറ്റ് ഡേറ്റ് 2 വരണമെങ്കിൽ എന്ത് വരണം? ഇവിടെ ആ 8 കൊണ്ടുള്ള ഒരാൾ ഒന്നെങ്കിൽ 8 കൊണ്ടോ അല്ലെങ്കിൽ 18 കൊണ്ട് അല്ലെങ്കിൽ 28 കൊണ്ട് 38 48 അങ്ങനെ ആരെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്ത് വരത്തുള്ളൂ? യൂണിറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ 10 കൊണ്ട് 18 എന്ന് പറയുമ്പോൾ 18 കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എത്ര? 2990. 8 കൊണ്ട് എന്തായാലും വരത്തില്ല, കാരണം 8 കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 2990 വരുന്നുള്ളൂ, 2990 വരുന്നുള്ളൂ. അപ്പൊ അതിനെക്കാട്ടി ചെറുതല്ലേ 8 കൊണ്ട് മൾട്ടിപ്ലൈ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും 10നെ കാട്ടി മോളിയുള്ള ആൾ. ഇനി 28 കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചാൽ 28 കൊണ്ടും പോവില്ല. 28 വരുമ്പോൾ എന്താ? 2990ന്റെ ഇരട്ടി പോകും. ഓക്കെ, അതെന്തായാലും 5382നെ കാട്ടി കൂടുതൽ പോകും. അപ്പോ 10നെ കാട്ടി കൂടുതലാണ് എന്ന് വെച്ചാൽ 8നെ കാട്ടി കൂടുതലുമാണ്, എന്നാൽ 28നെ കാട്ടി താഴെയാണ്. അപ്പൊ ആരേ ചാൻസ് ഉള്ളൂ? 18 കൊണ്ടാണ് എന്ത് ചെയ്യുക? ക്യാൻസലേഷൻ പോവുക 18. അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. 299 × 18 ആണ്. 299 10 ആവുമ്പോൾ എന്താ? 2990 എന്ന് വരും. ഇനി 18 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2990 നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഒരു 2990 നിന്ന് ഈ 299ന്റെ ഒരു 2 ഇരട്ടി 2 അടിക്കുമ്പോൾ എത്ര വരുന്നു? 299 × 2 400. 400ന്റെ കൂടെ പിന്നെ ഒരു 160. 400ഉം 160ഉം 560ഉം 18 എത്ര? 578. 2990 നിന്ന് ഒരു 578 അങ്ങ് മൈനസ് ചെയ്യാം. 578 ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. 10 ന്ന് 8 പോകുമ്പോൾ ബാക്കി 2. ഇവിടെയാണെങ്കിൽ 1 വരും. 9 ന്ന് 5ഉം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരിക? 4 2 2412. അപ്പോൾ 2412 നമ്മളിവിടെ 2412 ഇതിനോടൊപ്പം കൂട്ടിക്കഴിഞ്ഞാൽ 2412 കൂട്ടിക്കഴിഞ്ഞാൽ 2 10 എത്രയും കിട്ടും? 5382 എന്ന് വരും. കാൽക്കുലേഷൻ അതെന്തായാലും ആഡ് ചെയ്യുന്ന സമയത്ത് എന്തേ വരത്തുള്ളൂ? 5382 എന്ന് വരത്തുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കുക.
299 എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 18 മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തായാലും 18 മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് വരത്തുള്ളൂ? 5382. അതിന്റെ എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞത്. എന്ത് ചെയ്യുക? ഇൻറ്റു 10 ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 8 ചെയ്യുക. ഞാൻ നോർമലി എപ്പോഴും റൗണ്ട് ഔട്ട് ഇട്ടാൽ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരാൻ പോകുന്നത്? 1% 180 കിട്ടും. 1% 180. ഓക്കെ, എങ്കിൽ 0.1% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഡെസിമൽ മാറ്റിയാൽ പോലെ എത്രയെന്ന് കിട്ടും? 0.1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 18 ആണെന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇവിടെ കാൽക്കുലേഷൻ മാത്രം ഒന്ന് കൺഫ്യൂസിങ് വന്നു. അത് വേറൊന്നുമല്ല, എന്തായാലും 290 × 18 വരത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. വേറെ വലിയ കാൽക്കുലേറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാൽക്കുലേറ്റീവ് അല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് പോലെ ഇരിക്കും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 പേര് തമ്മിലുള്ള ഇലക്ഷൻ, അതിനകത്ത് എ ബി സി, അതിൽ 35% ആ എക്ക് കിട്ടിയെങ്കിൽ ബിക്ക് കിട്ടുന്നത് എന്താ? ബാക്കിയുള്ളതിന്റെ 54%. അപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 65ന്റെ 54%. 65ന്റെ 54% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 35.1 കിട്ടുന്നത്. അപ്പം എയും ബിയും കൂടെ മൊത്തം എത്ര വരും? 70.1 പോയി. 100ൽ നിന്ന് 70.1 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരിക? 29.9 എന്ത് ചെയ്യുന്നത്? ബാക്കി വരുന്നത്. ഇനി പറഞ്ഞേക്കുന്നത് സിക്ക് കിട്ടുന്നതാണ് 5382. അപ്പോ 29.9% എത്രയെന്ന് പറയുന്നത്? 5382 എന്ന് പറയുന്നത്. 29.9% 5382 ആണെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 180 ആണെന്ന് കിട്ടും. 1% 180 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ജയിക്കുന്ന ആള് അയാളുടെ സെക്കൻഡ് വരുന്ന ആളിൽ നിന്നും അടുത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര വോട്ടിന്റെ? ജയിക്കുന്ന ആൾ 35.1 കിട്ടിയ ആളല്ലേ ജയിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾ ആരാ? 35% കിട്ടിയ ആള്. 0.1% ലീഡ് ഞാൻ ജയിക്കുന്നത്. അപ്പോൾ 10% 180 ആണെങ്കിൽ 0.1% എന്ന് പറഞ്ഞാൽ എത്രയെന്ന് വരും? 18 ആണെന്ന് വരും. ഓക്കെ അല്ലേ? വലിയ കാൽക്കുലേറ്റീവ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാൽക്കുലേഷൻ സ്പീഡ് എങ്ങനെ വരുന്നു എന്നുള്ളതും. ആൻസർ നമുക്ക് ഇവിടെ നീ കാൽക്കുലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുവിധം അതിന്റെ വാല്യൂവിന്റെ റേഞ്ച് വെച്ചുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ തന്നെ എപ്പോഴും കാൽക്കുലേഷനിലോട്ട് പോവാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഇൻ ആൻ അസംബ്ലി ഇലക്ഷൻ എ കാൻഡിഡേറ്റ് ഗോട്ട് 60% ഓഫ് ദ ടോട്ടൽ വാലിഡ് വോട്ട്സ്. മൊത്തം വോട്ടിന്റെ 60% ഒരാൾക്ക് കിട്ടി. ആ ടോട്ടൽ വോട്ടിൽ നിന്ന് 2% എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇൻവാലിഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2% ഇൻവാലിഡ് ആണ്. ടോട്ടൽ വോട്ട് എത്രയാണ് ഇവിടെ? 1,50,000 ആണെങ്കിൽ ചോദിച്ചേക്കുന്നത് ഈ 60% കിട്ടിയാൽ എത്ര വോട്ട് കിട്ടി? ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾഡ് ഇൻ ഫേവർ ഓഫ് ദാറ്റ് കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1,50,000 ആണ് ടോട്ടൽ വോട്ടുള്ളത്. 1,50,000 ഉള്ളത്. അതിൽ നിന്ന് 1,50,000 നിന്ന് എത്ര പോയി? 2% എന്താണ്? ഇൻവാലിഡ് ആണ്. അപ്പോൾ 1,50,000ന്റെ 2% ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 1,50,000 നിന്ന് അതിന്റെ 2% കുറയ്ക്കണം. അപ്പോൾ 1,50,000ന്റെ 2% എടുത്തു കഴിഞ്ഞാൽ എത്രയാ വരിക? ഇപ്പോൾ 2% കണ്ടുപിടിക്കാനായിട്ട് 2/100 ചെയ്യുമ്പോൾ 2 0 അങ്ങ് പോകും. അപ്പോൾ 1500 × 2 എത്രയാ വരിക? 3000 ആണ് വരുന്നത്. അപ്പോൾ 1,50,000 നിന്ന് 3000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 1,47,000 ആണ് എന്ത് കിട്ടുക? നമുക്ക് ബാക്കി വോട്ടെന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാലിഡ് ആയിട്ടുള്ള വോട്ട് ഇപ്പോൾ എത്രയേ ഉള്ളൂ? 1,47,000 വോട്ട്സ് എന്തായിട്ടുള്ളൂ? വാലിഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ വോട്ട് 1,50,000 ആയിരുന്നു. അതിൽ എന്ത് ചെയ്തു? 2% വോട്ട് പോയി. അപ്പോൾ ബാക്കി ഇനി വാലിഡ് ആയിട്ട് എത്രയേ ഉള്ളൂ? 1,47,000 വോട്ടേ ഉള്ളൂ. ഈ 1,47,000 വോട്ടിന്റെ എത്രയാണ്? 60% ആർക്ക് കിട്ടിയെന്ന് പറയുന്നത്? ജയിച്ച ആൾക്ക് കിട്ടിയെന്ന് പറയുന്നത്. 1,47,000 വോട്ടിന്റെ എത്ര ശതമാനം? 60%. 1,47,000 വോട്ടിന്റെ എത്ര ശതമാനം? 60%. 60% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. 60% കണ്ടുപിടിക്കുമ്പോൾ എന്ത്? സീറോസ് അങ്ങ് ക്യാൻസലായി. 2 0 ക്യാൻസലായി. പിന്നെ എൻഡ് ഡേറ്റ് ആയിട്ട് ഇനി എത്ര 0 വരും? 2 0 വരും. ഇപ്പോൾ 2 0 എന്തായാലും എൻഡിൽ കാണും. കാൽക്കുലേഷൻ വരുമ്പോൾ 2 0 എന്തായാലും എൻഡിൽ കാണുമ്പോൾ ഓപ്ഷൻ എന്താ? 2 0 ഉള്ള 2 ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ആരെയൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും? എയും ബിയും ഓപ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. കാരണം അവരുടെ എൻഡായിട്ട് എത്ര 0 ഉണ്ട്? ഇവിടെ ആണെങ്കിൽ 4 0യും ബി ഓപ്ഷനിലാണെങ്കിൽ 3 0 ഉണ്ട്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര 0 വരാനുള്ള ചാൻസ് ഉള്ളൂ? 2 0 വരാനുള്ള ചാൻസ് ഉള്ളൂ. ഇനി നോക്കുമ്പോൾ ആ 2 0ക്ക് മുന്നേ ഉള്ള ഡിജിറ്റ് എന്തായിരിക്കും? 7 6 എത്ര വരിക? 42. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരണം? 2 വരണം. അപ്പോൾ 2 0ക്ക് മുന്നേ ഡിജിറ്റ് ഏത് വരണം? 2 വരണം. എത്ര? ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം. അപ്പോൾ ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കേണ്ട. ഇവിടെ 2% കുറയ്ക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ 1,50,000 എന്നുള്ള റൗണ്ടഡ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2% കുറയ്ക്കാൻ എളുപ്പമാണ്.
അതുകൊണ്ടാണ് ഞാൻ ആ രീതി ചെയ്തത്. 1,50,000 2% എടുത്ത് എത്ര വരും? 3,000 എന്ന് വരും. 1,50,000 നിന്ന് 3,000 പോയി കഴിഞ്ഞാൽ ബാക്കി 1,47,000. ആ 1,47,000 60% കിട്ടിയ ആളാണ് എന്ത് ചെയ്തേക്കുന്നത്? ജയിച്ചേക്കുന്നത്. 60% കണ്ടുപിടിക്കുമ്പോൾ 2 0 ക്യാൻസൽ ആവുന്നു. പിന്നെ 1470 × 60. അപ്പോൾ 2 0 ഉണ്ട്. പിന്നെ ഇനി 0 വരാൻ ഇവിടെ 5 ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വരത്തില്ല? പിന്നെ 0 വരത്തില്ല. എൻഡ് ഡേറ്റ് ആയിട്ട് 0 വരത്തില്ല. അപ്പൊ എൻഡ് ഡേറ്റ് 2 0 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 2 ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ ഏതാ വരുന്നത്? 2 0 മുന്നേ ഉള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ 7 6 എന്ത് വരും? 42. ഡിജിറ്റ് ഏത് വരണം? 2 വരണം. 2 വരണം. എത്ര ഓപ്ഷനേ ഉള്ളൂ? ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ okay. അടുത്ത ക്വസ്റ്റ്യൻ. In an election between 2 candidates, 25% of the votes were invalid and one contestant got 45% of the total valid votes. If the total number of votes was എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ 1,06,60,000 എത്രയാണ്? അല്ല 16 ഓക്കെ 16 എത്ര? 5 0. അപ്പോൾ 16 ലക്ഷം വോട്ട്. അതിൽ നിന്ന് എന്താ 45% കിട്ടിയ ആൾ ജയിച്ചു. The number of valid votes that the winning contestant got was എങ്കിൽ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ടോട്ടൽ വോട്ട് നോക്കുമ്പോൾ എത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്? ടോട്ടൽ വോട്ട് വരുന്നത്. ഓക്കെ. ഈ ടോട്ടൽ വോട്ടിൽ എത്ര ഇൻവാലിഡ് ആണ്? 25% ഓഫ് വോട്ട്സ് വെയർ ഇൻവാലിഡ്. 25% ഇൻവാലിഡ് ആണ്. അപ്പൊ 25% ഇൻവാലിഡ് ആണെങ്കിൽ ബാക്കി വാലിഡ് ആയിട്ടുള്ള എത്ര ശതമാനം കാണും? 75% എന്തായിട്ട് കാണും? വാലിഡ് ആയിട്ട് കാണും. അപ്പൊ 75% വാലിഡ് ആയിട്ടുണ്ട്. ഇനി അതിൽ തന്നെ one contestant got 45% of the total valid. മൊത്തം വാലിഡ് വോട്ട് ഉള്ളതിന്റെ 45%. അപ്പൊ മൊത്തം വാലിഡ് വോട്ട് ഉള്ളതിന്റെ 45% കിട്ടിയാൽ ജയിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 45% കിട്ടിയെങ്കിൽ ജയിച്ച ആൾക്ക് ബാക്കി എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 55% ആയിരിക്കും ജയിച്ച ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ആറ്റ് ദ വിന്നിംഗ് കണ്ടസ്റ്റന്റ് ഗോട്ട് എന്നാണ്. ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പോ മൊത്തം ഇവിടെ എന്താണ്? 16 ലക്ഷം വോട്ട്. അതിന്റെ 25% ഇൻവാൽവ് ആയിട്ട് പോയി. ബാക്കി 75%. ആ 75% തീർന്നില്ല. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി. ഇനി പറഞ്ഞേക്കുന്ന ഈ 2 കാൻഡിഡേറ്റിന്റെ മത്സരത്തിൽ ഒരാൾക്ക് കിട്ടിയ 45%. അപ്പൊ 45% കിട്ടിയാൽ ജയിക്കുമോ? മൊത്തം 100 വോട്ട് ഉണ്ടെങ്കിൽ 45 വോട്ട് കിട്ടിയാൽ ജയിക്കില്ല. എന്താ? 55 വോട്ട് കിട്ടിയാൽ ജയിക്കത്തുള്ളൂ. അപ്പൊ 55% കിട്ടിയ ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 16 ലക്ഷം × 75/100 ആയപ്പോ എന്താ? വാലിഡ് വോട്ടായി. ഇതിന്റെ 55%. ഇതിന്റെ 55% കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ സീറോസ് ക്യാൻസലായി. എത്ര 0? 4 0 ക്യാൻസലായി. പിന്നെ നോക്കുക, 55 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 11 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 11ന്റെ മൾട്ടിപ്പിൾ ആവണം. ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾ വരുന്നത് എ വരുമോ? 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരൂല. സി വരുമോ? വരൂല. ഡി വരുമോ? ഇല്ല. ആര് മാത്രമേ വരത്തുള്ളൂ? ബി മാത്രമേ എന്ത് ചെയ്യാൻ വരത്തുള്ളൂ? 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ നോക്കി ഈ വലിയൊരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ 75 × 55 ചെയ്യണം, അത് × 16 ചെയ്യണം. കാൽക്കുലേഷൻ വലുതായിട്ട് പോകും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 55 എന്ന് പറഞ്ഞാൽ 5 × 11 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ ഓരോ ഓപ്ഷനിൽ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുള്ളൂ. എങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. In an election, a candidate secures 42% of the votes polled, but is defeated by his only opponent by a majority of 3,080 votes. Because of 1,400 invalid votes, the percentage of invalid votes is. Okay. അപ്പോൾ ഇൻവാലിഡ് വോട്ട് എത്ര ശതമാനം ഉള്ളതെന്നാണ് കണ്ടുപിടിക്കുക. ഇവിടെ മൊത്തം 100% വോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ എത്ര വോട്ട്? 42% ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞു. ഈ 42% കിട്ടിയ ആളെ മറ്റേ ആളെ എത്ര വോട്ടിനെ തോൽപ്പിച്ചു? 3080 വോട്ടിനെ മറ്റേ ആൾക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നത്. മറ്റേ ആൾക്ക് 3080 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ബിക്കോസ് കാരണം പറയുന്നത് ഈ ഇതിനകത്ത് എത്ര വോട്ട്? 1400 വോട്ട് എന്തായിരുന്നു? ഇൻവാലിഡ് ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ കണക്കെടുക്കുമ്പോൾ മൊത്തം വോട്ട് അതിന്റെ 42%. അപ്പൊ ഇതിനകത്ത് ഇൻവാലിഡ് കണക്കുണ്ടോ? ഇല്ല. മൊത്തം വോട്ട് അതിന്റെ 42% ഒരാൾക്ക് കിട്ടി. 42% ഒരാൾക്ക് കിട്ടിയെങ്കിൽ മറ്റേ ആൾക്ക് എത്ര കിട്ടിക്കാണും? 58% കിട്ടിക്കാണും. ഓക്കെ, മറ്റേ ആൾക്ക് 58% കിട്ടി. എങ്കിൽ ഇവരുടെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ ഇവരുടെ മെജോറിറ്റി ജയിക്കുന്ന ആൾ എത്ര ശതമാനം മെജോറിറ്റിക്കാണ് ജയിക്കുന്നത്? 16% എന്നുള്ള മെജോറിറ്റിക്കാണ് ജയിക്കുന്നത്.
എന്നാൽ നമ്മൾ നോർമലി എടുക്കുമ്പോൾ ഈ 16% എത്രയെന്ന് എടുക്കും? 3080 എടുക്കും. അത് ശരിയാണോ? അല്ല. കാരണം ഈ കണക്ക് ഈ നമ്മുടെ ഈ 100% അവിടെ നിന്ന് 42% ഈ കണക്കുകളെല്ലാം പോകുന്നത് എന്തിന്റെ ബേസിസിലാണ്? ടോട്ടൽ ഓഡ്സിന്റെ ബേസിസിലാണ്. ഓക്കെ. എന്നാൽ അതിനകത്ത് 1400 എണ്ണം ഇൻവാലിഡ് ആണെന്നുള്ളത് ഈ പറഞ്ഞ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ പറയുന്നത് തന്നെ 3080 വോട്ടിനെ തോൽപ്പിക്കാൻ പറ്റിയുള്ളൂ. കാരണം എന്തുകൊണ്ടാ? അവിടെ 1400 വോട്ട് എന്തായിരുന്നു? ഇൻവാലിഡ് ആയിരുന്നു. അപ്പോ ഈ 16% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3080 വോട്ട് മാത്രമല്ല, അതിനോടൊപ്പം എത്രയും കൂടെ വരും? ആ ഇൻവാലിഡ് ആയ 1400 കൂടെ വരും. കാരണം നമ്മൾ ഈ കണക്കെടുത്തേക്കുന്ന എന്തിന്റെ ബേസിസിലാ? ഈ കണക്കെടുത്തേക്കുന്ന എന്തിന്റെ ബേസിസിലാ? ടോട്ടൽ ഓഡ്സിന്റെ ബേസിസിലാ. ഓക്കെ. വാലിഡ് ഓഡ്സിന്റെ ബേസിസിലല്ല. വാലിഡ് ഓഡ്സിന്റെ ബേസിസിലാണെങ്കിൽ ഇവിടെ ഇപ്പൊ 1400 പേര് എന്തെങ്കിലും 20%, മൊത്തം ഓഡിന്റെ 20% ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 100 ആദ്യമേ തന്നെ 20% മാറ്റും. എന്നാൽ ഇവിടെ പിന്നീടാ പറയുന്നത് 1400 വോട്ട് എന്താന്ന് പറയുന്നത്? ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്. എന്നാൽ കണക്കുകളൊക്കെ പറയുന്നത് എന്തിന്റെ ബേസിസിലാ? ടോട്ടൽ ഓഡ്സിന്റെ ബേസിൽ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 16% എടുക്കുന്നത് വെറും 3080 മാത്രമല്ല, അതിനോടൊപ്പം ഇൻവാലിഡ് ആയിട്ടുള്ള എന്തും കൂടെ കൂട്ടണം? 1400 കൂടെ കൂട്ടണം. കൂട്ടുമ്പോൾ എത്രയും കിട്ടും? 3080 1400 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4480 എന്ന് കിട്ടും അല്ലെ? 4480. അപ്പോ 16% 4400 അല്ല, തിരിച്ചെഴുതാം. 4000 നമുക്ക് ശതമാനമല്ലേ കണ്ടുപിടിക്കാനുള്ളത്? ശതമാനമാണ് കണ്ടുപിടിക്കാനുള്ളത്. 4480 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ്? 16%. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എത്ര? ഇൻവാലിഡ് വോട്ട് എത്ര ശതമാനമാണ്? 1400 വോട്ട് എത്ര ശതമാനം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ. വേണമെങ്കിൽ ടോട്ടൽ പോവാം. 16% തന്നിട്ടുണ്ട്, 1% കണ്ടുപിടിക്കുക, 100%ത്തിലോട്ട് പോവാ, എന്നിട്ട് എന്ത് ചെയ്യാം? 1400 വോട്ട് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യാം. അതിനേക്കാൾ ഉപരി ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. എങ്ങനെയാ? നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എങ്ങനെയാ? 16% 4480. എപ്പോഴും നമുക്ക് ടോട്ടലിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കണ്ടീഷൻ വരും. അതാ പറഞ്ഞേക്കുന്നത്. 4480 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16%. എങ്കിൽ 1400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇപ്പൊ നോക്കുമ്പോൾ അതിങ്ങനെ കണ്ടുപിടിക്കാം. 16/4480 ഇൻറ്റു എത്ര? 1400 എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ സീറോസ് ക്യാൻസലായി. ഞാൻ എന്ത് ചെയ്യുന്നു? 14 കൊണ്ട് 140 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈംസ് വരും? 10 ടൈംസ് എന്ന് വരും. 14 കൊണ്ട് 140 ക്യാൻസൽ ചെയ്യുമ്പോൾ 10 ടൈംസ് വരും. ഇനി അതേ 14 കൊണ്ട് 448 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 14 എത്ര ടൈംസ്? 3 ടൈംസ് എന്താ വരുന്നത്? 3 ടൈംസ് 40 2 റിമൈൻഡർ 2 28. 14 എത്ര ടൈംസ്? 28 2 ടൈംസ്. അപ്പോൾ 32 എന്ന് കിട്ടും. ഇനി 16 32 കൂടെ 2 ടൈംസ് 2 കൊണ്ട് 10 കൂടെ ക്യാൻസൽ ചെയ്താൽ എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ 4480 16% ആണെങ്കിൽ 1400 ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് കിട്ടും? 5% ആണെന്ന് കിട്ടും. ഓക്കെ. 5% ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 5% എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. മൊത്തം 100 വോട്ടുണ്ട്. അതിൽ 42 ടോട്ടൽ വോട്ടിന്റെ 42% കിട്ടിയ ആൾ ജയിച്ചെങ്കിൽ, തോറ്റെങ്കിൽ 58% കിട്ടിയ ആൾ എന്തിട്ടുണ്ടാവും? ജയിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പറയുന്ന കണക്കുകളെല്ലാം ടോട്ടൽ വോട്ടിന്റെ ബേസിസിലാണ് പറയുന്നത്. എന്നിട്ട് അവസാനമാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് എത്ര വോട്ട്? 1400 വോട്ട് എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ കണക്കുകളെല്ലാം ടോട്ടൽ വോട്ടിന്റെ ബേസിൽ എടുക്കുന്നതുകൊണ്ട് ഇവിടെ 16% ഇവരുടെ മെജോറിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? 16% എന്ന് പറയുന്നത്. ഇപ്പോൾ മെജോറിറ്റി നോക്കുന്നു, മെജോറിറ്റി 16%. എങ്കിൽ ഈ 16% 3080 എന്ന് ഇവിടെ പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഈ എടുത്തേക്കുന്ന വോട്ടുകളെല്ലാം എന്തിന്റെ ബേസിലാണ് എടുത്തേക്കുന്നത്? നമ്മൾ ടോട്ടൽ ഓഡ്സിന്റെ ബേസിൽ, ഒരിക്കലും വാലിഡ് ഓഡ്സിന്റെ ബേസിലല്ല. അപ്പോൾ 3080 ഏതുകൂടെ കൂട്ടണം? 1400 കൂട്ടണം. ഓക്കെ. അവിടെ മെജോറിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്തിന്റെ ബേസിൽ നോക്കുള്ളൂ? വാലിഡ് ഓഡ്സിന്റെ ബേസിൽ നോക്കുള്ളൂ. എന്നാൽ നമ്മുടെ കണക്ക് വാലിഡ് ഓഡ്സിന്റെ ബേസിലാണോ? അല്ല, ടോട്ടൽ ഓഡ്സിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി ഉള്ള സാധനവും ഇൻവാലിഡ് വോട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് 4480 ആണ് ഇവിടുത്തെ 16% എന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. എന്നിട്ട് ലാസ്റ്റ് ചെയ്ത് എന്താ? 4480 16% ആണെങ്കിൽ 1400 എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചു. എത്രയെന്ന് കിട്ടി? 5% ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ, in an election between two candidates 10% of the total votes in a town did not cast their votes. Furthermore 15% of the votes polled were declared invalid.
The winning candidate got 58% of the valid votes and won by a majority of 4,896 votes. The number of valid votes was. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തോ വലുതുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അത് അത്രയും ചെയ്യാനൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറഞ്ഞ election between two candidates, 10% of the total voters in a town did not cast their vote. 10% ആൾക്കാർ വോട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തതിൽ തന്നെ 15% വോട്ട് എന്തായിട്ട് പോയി? ഇൻവാലിഡ് ആയിട്ട് പോയി. ഓക്കെ അല്ലേ? അപ്പൊ 10% ആൾക്കാർ വോട്ട് ചെയ്തില്ല, 15% ഇൻവാലിഡ് ആയിട്ട് പോയി. അപ്പൊ ബാക്കി എന്താ? The winning candidate got 58% of the valid vote. ജയിച്ച ആൾക്ക് കിട്ടുന്നത് വാലിഡ് വോട്ടിന്റെ 58%. അപ്പോ വാലിഡ് ആയിട്ടുള്ള വോട്ടിന്റെ 58% കിട്ടിയ ആള് ജയിച്ചു. ഓക്കെ, അപ്പൊ വാലിഡ് ആയിട്ടുള്ള 58%, വാലിഡിന്റെ 58% കിട്ടിയ ആള് ജയിച്ചു. ഇത് വെച്ചുകൊണ്ട് നമ്മൾ 100%-ത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ടോട്ടൽ വാലിഡ് വോട്ട്സ് എന്തെന്നല്ലേ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അത് തന്നെ അല്ലേ? എന്താ ചോദിക്കുന്നത്? നമ്പർ ഓഫ് വാലിഡ് വോട്ട് എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നേക്കുന്ന ഈ 10%ഓ ഈ 50% ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അതിന് പകരം ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൊത്തം എത്ര ആൾക്കാരാണ് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാണെങ്കിൽ ആ 10%, 50% ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയ ക്വസ്റ്റ്യനകത്ത് എന്ത് തരുന്നത്? ഈ 10%ഉം 50% ഒക്കെ തരുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ, മൊത്തം ഉള്ളതില് 58% കിട്ടിയ ആൾ എന്ത് ചെയ്തു? ജയിച്ചു. എങ്കിൽ തോറ്റാക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ബാക്കി 42% ആയിരിക്കും എന്ത് ചെയ്യുന്നത്? തോറ്റാക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാ വരിക? 16% എന്ന് വരും. ഓക്കെ, ഈ 16% ഇവിടെ മെജോറിറ്റി എത്ര വോട്ടിന്റെ മെജോറിറ്റിക്ക്? 4896 വോട്ടിന്റെ മെജോറിറ്റിക്ക് ജയിച്ചേക്കുന്നത്. ഇപ്പൊ 16% 4836 ആണെങ്കിൽ നമുക്ക് 1% കണ്ടുപിടിച്ചൂടെ? 1% എത്രയെന്ന് വരും? 1% 16-ൽ 48, 3 തവണ 0, 96 എത്ര തവണ? 6 തവണ. ഓക്കെ അല്ലേ? അപ്പൊ 1% എത്രയെന്ന് കിട്ടും? 306 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ വാലിഡ് വോട്ട്സ് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് വാലിഡ് വോട്ട്സിന്റെ 58%, വാലിഡ് വോട്ട്സിന്റെ 42%. അപ്പൊ നമ്മൾ 100% കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? ടോട്ടൽ വാലിഡ് വോട്ട്സേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ 100% കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നെങ്കിൽ ടോട്ടൽ വോട്ടർ ലിസ്റ്റിലുള്ള ആൾക്കാർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണെങ്കിൽ ഇവിടുത്തെ ഇതിന്റെ 100% കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? 1% 306, ഇതിന്റെ 100% കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ തെറ്റും. എന്നാൽ ഇവിടെ ആ 10%-നെയും 15%-നെയും ഒന്നും കാര്യമാക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് എളുപ്പമാണ്. എത്രയാ വരുന്നത്? 100%. 1% 306 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 3600 ആയിരിക്കും. എന്തെന്ന് പറയാം? നമ്മുടെ 100% എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെറുതെ ചിന്തിച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്വസ്റ്റ്യനകത്ത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്താ? In an election between two candidates, 3% did not cast their votes and 5% votes polled were declared invalid. The winning candidates got 54% of the valid votes and won by a majority of 11,058 votes. Find the number of voters who did not cast their votes. അപ്പോൾ എന്താണ്? എത്ര ആൾക്കാരാണ് വോട്ട് ചെയ്യാത്തത് എന്നുള്ള കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ തവണ റിപ്പീറ്റ് ചെയ്താണ്. റിമൈനിങ് പോകുന്നത്, വോട്ട് ചെയ്യാതെ വരുന്നത്, വോട്ട് ഇൻവാലിഡ് ആയിട്ട് പോകുന്നതെല്ലാം കുറേ തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. വലിയ കാൽക്കുലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചെറിയ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ ഇത് പാർട്ട് 5 4 പാർട്ട് അപ്ലോഡഡ് ആണ്. നിങ്ങളൊരു ഓർഡറിൽ കണ്ടുവരിക. ഇങ്ങോട്ടേക്ക് വരുന്നതോറും ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കൂടുന്നുണ്ട്. ആദ്യം കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആദ്യം കണ്ടു. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ലാസ്റ്റിലേക്ക് വരുന്നതോറും ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജിനകത്ത് തന്നെ 100 ക്വസ്റ്റ്യൻ ടാർഗറ്റ് ഇട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റിലേക്ക് വരുന്നതോറും നമ്മൾ എന്ത് ചെയ്യും? മെയിൻസ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതലേ കണ്ടിന്യൂറ്റിയിൽ കണ്ടുവന്ന് ഇതെന്ത് ചെയ്യുക? പാർട്ട് 5ലേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത പാർട്ട് 6 കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു.